നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ, നീചന്മാരുടെയും നികൃഷ്ടന്മാരുടെയും പ്രസ്ഥാനമായ CPM-നെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. കൊലപാതക പരമ്പരയുടെ ചോര കുടിച്ച് കൊതി തീരാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കർണാടക വരെ പോകാം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഇപ്പം ഇന്നും നമ്മൾ എല്ലാവരും ഓരോരുത്തരും ഓരോ വാർത്തയാണ് ഇപ്പം പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചർച്ച ചെയ്ത പോലെ തന്നെയാണ്. ഞാൻ ഈ സെർച്ചിന് നേതൃത്വം കൊടുക്കുന്ന മേജർ ബാലൻ നമ്പ്യാർ, മേജർ ബാലൻ നമ്പ്യാർ, ആ മേജർ ജനറൽ ബാലൻ നമ്പ്യാരുടെ അടുത്ത സുഹൃത്ത് എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടുകയും ഞാൻ അങ്ങോട്ട് കുറച്ച് വിവരങ്ങൾ കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ചെയ്യാൻ ശ്രമിക്കുക എന്നതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളിത് മനസ്സിലാക്കാത്തത്, ഈ ലോറി കിടക്കുന്നത് 20 അടി താഴെയാണ്. 20 അടി താഴെ. ഈ 20 അടിയിൽ തന്നെ മണ്ണിൽ പുതഞ്ഞാണ് ഇത് കിടക്കുന്നത്. അല്ലെങ്കിൽ ഇതിപ്പോൾ പോന്നേനല്ലോ. അപ്പം ഏതാണ്ട് 12-13 കിലോമീറ്റർ വേഗതയിലാണ് അടിയൊഴുക്കെന്ന് പറഞ്ഞത്. ഇപ്പം ഈ വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് നമ്മൾ കടലിലോ കായലിലോ ഇറങ്ങുന്നത് പോലെയല്ല നദിയിലിറങ്ങുന്നത്, പുഴയിലിറങ്ങുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ പമ്പയാറിൻ്റെ തീരത്ത് വളർന്നവരാണ്. ഞങ്ങൾക്ക് ലോകത്തെ ഏറ്റവും വലിയ നദി പമ്പയാറാണ്. നമ്മൾ ഈ പമ്പയാറിലൊക്കെ ഈ ഒഴുക്കിൽ ചെന്ന് ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഇത് എവിടെ ചെന്ന് കയറുമെന്ന്. ഇപ്പം പമ്പയാറിൻ്റെ കാര്യം പോട്ടെ, എനിക്കൊരു അബദ്ധം പറ്റുക. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം വെള്ളം വിടും. ഈ വെള്ളം പോകുന്നത് മലങ്കര ഡാം എന്ന് പറഞ്ഞ തൊടുപുഴ മലങ്കര ഡാമിലേക്ക്, മുട്ടത്തിനടുത്ത്. അപ്പോൾ ഈ മുട്ടത്തുനിന്ന് മൂലമറ്റത്ത് പോകുന്ന വഴി അതാ ഈ പുഴയുടെ തീരത്തോടാണ്. അപ്പോൾ ജോസ് മാത്യു നേരിയമ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് വഴിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ ജോസ് പഴയ നല്ലൊരു വീടൊക്കെ വെച്ച് താമസിക്കുക. ഞാൻ ഒരിക്കൽ ജോസിൻ്റെ അടുത്ത് പോയി. ഞാൻ ജോസിൻ്റെ കൂടെ, ജോസും ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങാൻ പോയി. ഞാൻ പമ്പയാറ് തീരത്ത് താമസിച്ചാണ്. ജോസൊന്നും കരുതിയില്ല. ഞാനെടുത്തങ്ങ് ചാടി. നന്നായിട്ട് നീന്തറിയാമല്ലോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒഴുക്ക് എനിക്ക് ചാടിക്കഴിഞ്ഞാൽ പിടി കിട്ടി. ഞാൻ നീന്തറിയാവുന്ന ആളായതുകൊണ്ട് മാത്രം. അപ്പോൾ നമ്മൾ എന്നാ ചെയ്തു, അത് കാണുമ്പോൾ ഓർക്കും ഇതിന് ആഴമില്ലെന്ന്. ഒന്ന് ചവിട്ടി നോക്കി, പക്ഷെ നിലം കിട്ടത്തില്ല, അത്ര ഒഴുക്കാണ്. ഞാനൊരു 3/4 കിലോമീറ്റർ താഴെ ചെന്നിട്ടാണ് കയറുന്നത്. 3/4 കറണ്ട് ചെയ്ത് നമുക്ക് നീന്തി കിടക്കാൻ പറ്റത്തില്ല, അത്ര ഒഴുക്കാണ്. ഇതുപോലെയാണ് അടിയൊഴുക്കെന്ന് പറയുന്നത്. അടിയൊഴുക്കെന്ന് പറയുന്നത് നമ്മൾ മുകളിൽ, ഇപ്പം വെള്ളത്തിന് ആഴം കൂടുതലാണെങ്കിൽ, ഇതിപ്പം ഇവിടെ മലങ്കര ഡാമിൻ്റെ ആഴം, മലങ്കര പുഴയ്ക്ക് അതെന്തിക്കുന്നത് എന്ത് പുഴയാണ്, അതിന് ആഴം കുറവായത് കാരണം നമുക്കറിയത്തില്ല. പക്ഷെ ആഴം കൂടുതലാണെങ്കിൽ മുകളിൽ ശാന്തമായിരിക്കും. ഇപ്പം ഞാൻ പമ്പയാറ് തേര് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ തന്നെ 2-3 കയങ്ങളുണ്ട്. ഒന്ന് വേന്തം കയവും പെരിങ്ങാവ് കയവുണ്ട്, തൊട്ടിക്കയമുണ്ട്. ഈ തൊട്ടിക്കയം എന്ന് പറഞ്ഞ സാധനം ആഴം കുറവാണ്. അപ്പോൾ നമുക്ക് തൊട്ടിക്കയത്തൂടെ പോകാൻ പറ്റും. പക്ഷേ ഈ വേന്തം കയവും പെരിങ്ങാവ് കയവും ശാന്തമായി കിടക്കുവാണ്. അടിയിലേക്ക് പോയ പ്രശ്നമാവും. കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളം അടിയിൽ ഭയങ്കര ഒഴുക്ക്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ലോറി കിടക്കുന്ന 20 അടി, അതിനേക്കാൾ 25-30 അടി താഴെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ നദിക്ക്. അപ്പോൾ ഈ 12 കിലോമീറ്റർ 6 നോട്ട്സ് എന്നാണ് പറയുന്നത്. ഈ 6 നോട്ട്സ് വേഗതയിൽ പോകുന്നിടത്തേക്ക് ഇവർക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. ഇവർക്കത്, അപ്പം എന്നോട് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൻ്റെ സ്ഥാപക CEO, തിരുവനന്തപുരം ടെക്നോ പാർക്കും കാലിക്കറ്റ്, എൻ്റെ ഒരു ഗിരീഷ് ബാബു. അപ്പോൾ ഗിരീഷ് ബാബു എന്നോട് പറഞ്ഞത്, ഈ അസാധാരണമായ കരുത്തുള്ള കേബിളാണ് ഈ മറ്റേ ഹൈ ടെൻഷൻ ലൈൻ. അതാണല്ലോ മറിഞ്ഞു വേണ്ടിയിരിക്കുന്നത്. മറ്റേത് മറിയത്തില്ല. ഇവിടെ മറിഞ്ഞാൽ ലൂസായി, അത് മറിയത്തില്ല, അപ്പുറത്തെ ഭാഗത്ത് മറിയത്തില്ല. അപ്പം ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ബേസ് ആണല്ലോ. ഈ ബേസും ഇത് കട്ട് ചെയ്ത് പോകത്തില്ല, ഇത് കിടപ്പുണ്ട്. അപ്പോൾ ഇത് കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനപ്പോൾ അത് അവർ പറഞ്ഞൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് നിങ്ങൾ ലാൻഡ് ചെയ്ത് ഇവിടെ നോക്കേ, ഇത് ലാൻഡ് ചെയ്യിപ്പിക്കുന്നു, ബോട്ട് ലാൻഡ് ചെയ്യിപ്പിക്കുന്നു. പക്ഷെ താഴോട്ട് സ്കൂബ ഡ്രൈവേഴ്സ് പോകണ്ടേ? അത്ര സ്പീഡിൽ ഒഴുകുമല്ലേ. അപ്പോൾ ഇനി അപ്പുറം പോയി ഈ കാൽക്കുലേറ്റ് ചെയ്ത് അപ്പുറം പോയി താഴെന്ന് വെച്ചോളൂ. എന്നാലും ഇത് ഇവിടെ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ നമുക്ക് താഴാൻ പറ്റും? അത് ഭയങ്കര പ്രശ്നം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോഴീ പരിശ്രമമൊക്കെ നടക്കുന്നു എന്നല്ലാതെ അവിടെ മഴ തുടരുകയാണെങ്കിൽ ഈ ഒഴുക്കിന് വ്യത്യാസമുണ്ട്. ഇത് ഉടനെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറ്റില്ല. മാത്രമല്ല, ആ വീട്ടുകാർ ഞാൻ അപ്രീസിയേറ്റ് ചെയ്യുന്നു. അവർ പറഞ്ഞു,
ഒരാളുടെയും ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് ശ്രമിക്കരുത് എന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പാടില്ല രാജ്മോഹൻ. കാരണം എന്തായാലും അർജുന ഇനി ജീവനോടെ കിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ ചുമ്മാ ഭംഗിവാക്ക് പറഞ്ഞു. ഞാൻ ആ ഭംഗിവാക്ക് വിശ്വസിക്കുന്നില്ല. അർജുനെ ജീവനോടെ കിട്ടണമെങ്കിൽ ഈ 12-ാം ദിവസം ഇനി അർജുനോട് ജീവനോടെ കിട്ടുക, കരയിലാണെങ്കിലും ശരി കടലിലാണെങ്കിലും ശരി, ആകപ്പാടെ ജീവനോട് കിട്ടാനുള്ള നേരിയ സാധ്യത അയാൾ ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു, വണ്ടി കരയിലായിരുന്നു എങ്കിൽ മാത്രമാണ്. പക്ഷെ എങ്കിൽ പോലും ഇനി ഇപ്പം വണ്ടി അകത്താന്ന് പറഞ്ഞ് കരയിലില്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഒരു കാരണവശാലും അർജുനെ ജീവനോടെ കിട്ടത്തില്ല. അത് പ്രതീക്ഷിക്കുന്നത് വെറുതെയാണ്. അർജുൻ്റെ ബോഡി കിട്ടിയാൽ ഭാഗ്യം, ബോഡി കിട്ടിയാൽ ഭാഗ്യം. ഈ സാഹചര്യത്തിൽ ഒരാളുടെയും ജീവൻ വെച്ച് ഇനി പരീക്ഷിക്കാൻ പാടില്ല. അത് അതിൻ്റെ സമയത്ത് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കവളപ്പാറയിലെ പെട്ടിമുടിയിലൊക്കെ മരിച്ച പലരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ബോഡി കിട്ടിയിട്ടില്ല. ഇനി ഇവിടെ ഇത്രയും പേരാണെന്ന് ആരാ പറഞ്ഞത്? ചിലപ്പോൾ ഇത് കൂടുതൽ ആളുകൾ കാണും. ഇതുവഴി അതെല്ലാം വണ്ടികൾ കടന്നുപോയിട്ടുണ്ടായി, അതെല്ലാം മനുഷ്യർ പോയിട്ട്. ഞാൻ പലതവണ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ടായി ഈ വഴി കൂടെ. ഈ വഴി അതെ, നമുക്ക് ഈ വഴി കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലില്ല, കാരണം നമ്മളവിടെ നിന്നിട്ടില്ല. ഈ ഹൈവേ മംഗലാപുരത്തു നിന്ന് ഗോവയ്ക്ക് അല്ലെങ്കിൽ മംഗലാപുരത്തു നിന്ന് പൂനെക്കുള്ള വഴിയാണിത്. ഞാൻ പറഞ്ഞ 2 മെയിൻ വഴികളാണ് നമുക്കുള്ളത്. ഒന്ന് മംഗലാപുരം വഴി പോകാം, 2 നമുക്ക് ഇടുക്കി നമ്മുടെ കുമളി വഴി പോകാം. അപ്പം എൻ്റെ ശ്രദ്ധയിൽ ഞാൻ പറഞ്ഞ അത്തരം പ്രധാനപ്പെട്ട, അതുകൊണ്ട് ആരൊക്കെ പോകും ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ചാനലുകൾക്ക് കുറച്ചുകൂടി ലൈവ് ചെയ്തുകൊണ്ടിരിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ചൊന്നും മഴ കുറയാതെ സംഭവിക്കാൻ പാടില്ലതാണ്. എല്ലാവരും ഇപ്പം കുറേശ്ശെ പുറകോട്ടടിച്ച് തുടങ്ങി. അല്ല, പുറകോട്ടടിക്കണമല്ലോ. കാരണം എപ്പോഴാണ് ഇതിന് കൗതുകമുള്ളത് അല്ലെങ്കിൽ ആളുകൾ പ്രാർത്ഥിക്കുന്നത്? ജീവൻ അവിടെ കിട്ടുമോ എന്നറിയാനുള്ള. അപ്പം ഞാൻ പറഞ്ഞ കുഴൽക്കിണർ, ഇപ്പം ഞാൻ ഒരു വലിയ അപകടം ഉണ്ടാകുന്നു, 102 പേരെ പുല്ലുമാട്ടിലെത്താൻ 102 പേര് മരിച്ചു. അല്ലെങ്കിൽ തീ പൊള്ളിയിട്ട് മറ്റേ 50 പേര് മരിച്ചു. ഈ മരണങ്ങളൊക്കെ 2 ദിവസം കൊണ്ട് അസ്തമിച്ചു പോകും. മനുഷ്യൻ്റെ പ്രശ്നം, മരിച്ചു എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ മനുഷ്യൻ അപ്പോൾ തന്നെ അംഗീകരിക്കും. പക്ഷെ ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ, അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് പ്രതീക്ഷയാണ് ജീവിതം. നമ്മളൊക്കെ ജീവിക്കുന്നത്, നമ്മളൊക്കെ എത്ര കാലം ജീവിക്കാൻ കഴിയും? കുറേ കാലം ജീവിക്കാൻ കഴിയും. നമുക്കൊക്കെ സ്വത്തുണ്ടാവും, നമ്മളൊക്കെ സമ്പന്നരാവും, നമുക്കൊക്കെ സന്തോഷം ഉണ്ടാവും. എല്ലാം മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ജീവിക്കുന്നത്. ആ പ്രതീക്ഷയാണ് ഇവിടെയും വർക്കൗട്ട് ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിൽ അതാണ് സംഭവിച്ചത്. നമുക്കറിയാം, അവരെ രക്ഷിക്കാൻ ഒരുവിധം സാധ്യത. അന്ന് ഉത്തരാഖണ്ഡിൽ പെട്ടുപോയ ആളുകളെ, പക്ഷെ അവർക്ക് ഭക്ഷണം എത്തിക്കാനൊക്കെ സംവിധാനം ഉണ്ടായിരുന്നു. അതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് കടക്കണ്ട. അത് തീർച്ചയായും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ വിഷയം നീചന്മാരുടെയും നികൃഷ്ടന്മാരുടെയും പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന CPM എന്നതാണ്. ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യാൻ കാരണം അഞ്ചൽ രാമഭദ്രൻ കൊലക്കേസ്. ഞാൻ രാമഭദ്രൻ്റെ ഭാര്യയോടും നമ്മുടെ എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ പോയി കണ്ട് രാമഭദ്രൻ്റെ ഭാര്യയോടും ഈ കേസ് അന്വേഷിച്ച CBI ഓഫീസറോടും കേസ് അന്വേഷിച്ച പോലീസുകാരനോടും, അന്നത്തെ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന DYSP ആയിരുന്ന അന്ന് പുനലൂർ DYSP അബ്ദുൾ റഷീദിനോടും KT തോമസ് എന്ന പേരുള്ള CBI ഓഫീസർ, അയാൾ മാത്രമാണ്. ഞാൻ അത്ഭുതപ്പെടുത്തിയത്, നമ്മുടെ നാട്ടിലൊരു കേസ് അന്വേഷിക്കുന്ന DIG മുതൽ സംഘടന ഉണ്ടാവും. ഇവിടെ CBI കേസ് എടുത്ത് നമ്മൾ CBI വേണം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ തമാശ ഉണ്ട്. ഈ കേസ് തന്നെ പഠിച്ചാൽ മതി. സത്യത്തിൽ നമ്മുടെ ഈ CBIയുടെ ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു SI റാങ്കിൽ കഴിയുന്ന ആൾക്ക് CBIയിലേക്ക് പോയ ഇൻസ്പെക്ടർ റാങ്കാണ്. അതെ, SI എൻ്റെ നമ്മുടെ പല ഓഫീസർമാരും SI റാങ്കിൽ ഇവിടെ കഴിയുമ്പോഴാണ് അവർ ഇൻസ്പെക്ടർ CI റാങ്കിലേക്ക് അവിടെ പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു CBIയുടെ ഇൻസ്പെക്ടർ അങ്ങനെ എന്ന് പറഞ്ഞു 2 പോലീസ് കോൺസ്റ്റബിൾമാരെ കിട്ടി. കേരള പോലീസിന് 4 പേരെ ഉണ്ടായിരുന്നുള്ള കേസ് അന്വേഷിക്കുന്നത്. ആ ചാർജ് ഷീറ്റ് ഞാൻ കണ്ടു. എത്ര മനോഹരമായിട്ടാണെന്നറിയോ അങ്ങനെ KT തോമസ് വന്നാൽ ചാർജ് ഷീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 2 പോലീസുകാരും ഈ ഇൻസ്പെക്ടറോട് ചേർന്നാണ് ഈ കേസിലെ 18-ൽ 14 പ്രതികളെ ശിക്ഷിച്ചത്, കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഓർക്കണം, CBI ഇത് കണ്ടെത്തുന്നത് അവർക്ക് ഇടപെടലില്ലാത്തതുകൊണ്ടാണ്. അതെ, ഇവിടെ കേരള പോലീസിനെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടല്ല, അവർക്ക് ഇടപെടലേ ഉള്ളൂ. അപ്പം ഈ രാമഭദ്രൻ കൊലക്കേസിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചറിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ CPMകാരെ എൻ്റെ മുമ്പിലെങ്ങും കാണരുത് എന്ന് എനിക്ക് തോന്നുന്നുണ്ടായി. ഈ രാമഭദ്രൻ്റെ കൊലപാതകത്തിൻ്റെ
ഈ ഭയാനകമായ വിവരങ്ങൾ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് TP ആണ്. TP കേസിൽ ഇതാണ് സംഭവിച്ചത്. നാളെ തങ്ങൾക്ക് ഭീഷണിയാവാൻ സാധ്യതയുള്ള ആളുകളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള പഴയ ഒരു ഉന്മൂലന സിദ്ധാന്തം ഉണ്ടല്ലോ, അതിൻ്റെ വേറൊരു പതിപ്പാണ്. TP ചന്ദ്രശേഖരൻ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു, ജനകീയ നേതാവായിരുന്നു. ഈ ജനകീയന്മാരാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ TPയുടെ കേസിൻ്റെ അതേ സ്വഭാവം 2-3 കാര്യങ്ങൾ കൊണ്ടുണ്ട്. ഒന്ന്, TP വലിയ ജനകീയനായിരുന്നു. അതെ, ഒഞ്ചിയത്തെ പാർട്ടിക്കാരെല്ലാം കൂടി അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഇതുപോലെ തന്നെ രാമഭദ്രൻ ഒരു കോൺഗ്രസ്സുകാരൻ അപ്പുറത്തേക്ക് വലിയ ജനകീയനായിരുന്നു, വ്യക്തിത്വമുള്ള ആളായിരുന്നു എന്ന് പറയുമ്പോൾ വ്യക്തിത്വമുള്ള ആളായിരുന്നു. അവിടെ ഈ കോൺഗ്രസ്സുകാരെപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, കോൺഗ്രസ്സുകാർ CPMകാരൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസ് വികാരമുള്ള ഒരുപാട് പേര് അവിടെ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ഇവരാരും രംഗത്തില്ല. അവരൊന്ന് വന്ന് കിട്ടിയാൽ കോൺഗ്രസ് രക്ഷപ്പെട്ടു. ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, CPMകാരെല്ലാം നമുക്കറിയാം, അതെ, ഇന്നയാൾ CPMകാരാണ്, പക്ഷെ കോൺഗ്രസ്സുകാരെ നമുക്കറിയത്തില്ല. ഇത് കുറേ വർഷം 2010 ഇതുപോലെ കാസർഗോഡ് ഒരു സംഭവം നടന്നിരുന്നു. ഒരു ജബ്ബാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ കൊന്നു ഇതുപോലെ. ആ CPI ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ്. അയാളുടെയും പേരുള്ള കുറ്റം ഇത് തന്നെയാണ്. ഇയാൾ അവിടെയുള്ള പാർട്ടിക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു, കോൺഗ്രസിലേക്ക് ആകർഷിക്കുന്നു. കാരണം അയാൾ ആ നാട്ടിൽ അത്യാവശ്യം ഈ പറഞ്ഞതുമല്ല ജനസ്വാധീനവും നല്ല ബന്ധങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യൻ. ഈ ശരത്ലാലിനെയും കൃപേഷിനെയും കൊന്നതിനാ അതാണ്. പാവപ്പെട്ട പിള്ളേരായിരുന്നു, അതിൽ ഒരു പയ്യന് വീട് പോലും ഇല്ല. അവരാ ഒരു പെരിയ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ തോതിൽ സ്വാധീനം. അപ്പം CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാധീനത്തെ മറികടക്കുന്ന തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഒരുത്തിനുണ്ടാക്കിയാൽ അവൻ്റെ കഥ ഞങ്ങളെ തട്ടിൽ കയറി കളിക്കണ്ട എന്നുള്ള അടിസ്ഥാന കയറി. അതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ ഈ എരുമേലി മുക്കൂട്ടുതറ ഭാഗത്ത്, മുക്കൂട്ടുതറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രകാശ് പുളിക്കൻ എന്നൊരു കോൺഗ്രസ് പ്രവർത്തനം ഉണ്ടായിരുന്നു. അവൻ്റെ ആയ കാലത്ത് അവൻ എവിടെ ചെന്നാലും അവൻ്റെ കൂടെ, അയാളൊന്നും ഇപ്പോഴും വലിയ 10-40 വയസ്സ് കൂടെ കാണത്തില്ല, 40-45 വയസ്സുള്ളൂ. അവന് CPMകാരെല്ലാം വെട്ടി നാശിപ്പിച്ച് അവസാനം പക്ഷേ ഇപ്പോഴും കോൺഗ്രസ്, പക്ഷെ കോൺഗ്രസ്സുകാരോട് ചവിട്ടി ഗ്രൂപ്പ് വഴക്കുണ്ട്. അതാണല്ലോ അവിടെ സംഭവിക്കാറുള്ളത്. കോൺഗ്രസ്സുകാരുടെ പ്രശ്നം അതാണ്. ഒരുവിടെ രാമഭദ്രന് പോലും ഇത്രയും ഈ സംഭവം കഴിഞ്ഞ ദിവസം കോടതി തീരുമാനം വിധി വന്നിട്ട് പോലും ഒരു കോൺഗ്രസ് പ്രതികരിച്ചിട്ട് നമ്മൾ കാണും ഒരിടത്തും കാണുന്നില്ല. ഞാൻ അതിൻ്റെ അകത്ത് വളരെ രസമുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചത്, ജന്മഭൂമി പത്രത്തിൻ്റെ അകത്ത് ഒരു ചെറിയ വാർത്തയേ ഉള്ളൂ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞാനിത് ഒരു പത്രത്തിലും 1-ാം പേജ് വാർത്തയില്ല. അതായത് TP ചന്ദ്രശേഖരനെ കൊന്നതിന് സമാനമായ കൊലപാതകം 1, തീർച്ചയായും 1. 2, TP ചന്ദ്രശേഖരനെ പോലെ ജനകീയനായ ഒരു മനുഷ്യൻ. 3, TPയെ കൊന്ന പേരിൽ ജയിൽ ശിക്ഷിക്കപ്പെട്ടതിൽ ഭൂരിപക്ഷം പേരും ഗുണ്ടകളായിരുന്നു. CPM പ്രവർത്തകർ കുറവാണ്. മുഴുവൻ CPM പ്രവർത്തകർ നേതാക്കളും. അതായത് വെറുതെ വിട്ട അയാളുടെ പേരെന്താണ്? ജയമോഹൻ. അയാളറിയാം, ക്യാഷ് കോർപ്പറേഷന്റെ ചെയർമാനൊക്കെ ആയിരുന്ന ആളാണ്. CPMന്റെ കൊല്ലത്തെ വലിയ പ്രമുഖനായ നേതാവാണ് പുള്ളി. അയാൾ തലനാരിടിക്ക് രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ പ്രതിയാണ് ഇവരെല്ലാം. അതെ, ആളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ടാന്ന്. പക്ഷേ രക്ഷപ്പെടുന്ന എങ്ങനെയാ? ഈ നല്ല വക്കീലിനെ വെച്ചു. നമ്മുടെ സാജൻ പ്രസാദ് എന്ന് പറഞ്ഞ വക്കീലായിരുന്നു, തിരുവനന്തപുരത്തുള്ള. നല്ല വക്കീലുണ്ടെങ്കിൽ ഇത്ര ഏത് കേസിൽ നിന്ന് ഊരാവും. പണ്ടത് 1000 രൂപ ഉണ്ടെങ്കിൽ അത്തരത്തിലാണ് രക്ഷപ്പെട്ടത്. പിന്നെ അപ്പം ജന്മഭൂമി പത്രത്തിൽ ചെറിയ വാർത്ത, സ്വാഭാവികമായും CPM മുഴുവൻ പ്രതികളും CPMകാരാണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. CPMലേക്ക് വന്നുകൊണ്ടാണ്. അപ്പോൾ ജന്മഭൂമി ഇത് ആഘോഷിക്കണ്ടേ, ഫ്രണ്ട് പേജ് കൊടുക്കണ്ടേ? കൊല്ലപ്പെട്ടത് കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും CPMന്റെ ഭീകരത. അപ്പോഴാണ് ഇതിൽ CPMന്റെ അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്ന PS സുമൻ എന്ന് പറയുന്ന ആൾ ഇപ്പം BJPയിലാണ്. CBI ഒന്നുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ചാടിയതായിരിക്കും. CBI ഒന്നുകൊണ്ട് രക്ഷപ്പെടാൻ. ഇനി നിങ്ങൾ ഞെട്ടിക്കുന്നൊരു കാര്യം, ഞാൻ രാവിലെ ഈ വിഷയം അവതരിപ്പിച്ചതിന് ശേഷം എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞൊരു വിവരം, ഞെട്ടിക്കുന്ന വിവരം പറഞ്ഞോളൂ. ഈ PS സുമൻ ആരാന്നറിയാമോ? PS സുബാലിന്റെ സഹോദരനാണ്. PK ശ്രീനിവാസൻ മകനാണ്. CPIയുടെ MLA മകനാണ് PS സുമൻ. അയാൾ CPMകാരനാണ്. അയാൾ CPMന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അത് അത്ഭുതമായ വാർത്തയാണ്. അതായത് പുനലൂർ MLAയുടെ സഹോദരൻ, മുൻ MLAയുടെ മകനും, മുൻ MLA അയാൾ മന്ത്രി വലിയ പ്രമുഖനായ CPIയുടെ നേതാവ് തന്നെയാണ് PK ശ്രീനിവാസൻ. മന്ത്രിയായിട്ടില്ല, പക്ഷെ വലിയ നേതാവായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ പണ്ട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നിരുന്നു. അപ്പോഴാണ് സുബാൽ വന്നത്. അതെ. അപ്പോൾ ഈ സുമൻ ഇപ്പോൾ BJPയിലായതുകൊണ്ട് ജന്മഭൂമിക്ക് വലിയ വാർത്തയല്ല. എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു CPMന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ. ഇനി രണ്ടാമത് വേറൊരാൾ ഇന്ന് ബാബു പണിക്കർ എന്ന് പറയുന്ന ഒരാളെ ശിക്ഷിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ അത് 2010 14 വർഷം മുമ്പ് ഒരുത്തനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന ആൾ, വിചാരണ കാത്തിരിക്കുന്ന ആളെ പാർട്ടി ജില്ലാ കമ്മിറ്റി, ഞാൻ ഈ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അന്ന് ജില്ലാ സെക്രട്ടറി ധനകാര്യ മന്ത്രിയാണ്. അല്ല, അവിടെയുണ്ട്. ഈ ജില്ലാ സെക്രട്ടറി ആണ് ഇവർക്കൊക്കെ വേണ്ടിയിട്ട്
പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നതും ഞാൻ ഈ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരൊക്കെ ചോദിച്ചു. ജനറൽ സെക്രട്ടറി മാന്യനായിരുന്നു പറഞ്ഞു, കുഴപ്പമുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ KN ബാലഗോപാലാണ് ഇവരുടെയൊക്കെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയില്ലല്ലോ. ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരാൾ അയാൾ ഇന്ന് അവിടെയാണ് പ്രശ്നം. അതായത് ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ ആളുടെ പേര് ജയസൂര്യൻ അല്ല, വെറുതെ വിട്ട ആളാരാ? ജയമോഹൻ സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പം ഒരാളെ കൊന്ന കേസിലെ വിചാരണ നടക്കുന്നതിനിടയിൽ ഒരുത്തൻ ജില്ലാ കമ്മിറ്റി അംഗമായി, ഒരുത്തൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി എന്ന് പറഞ്ഞ അവസ്ഥ ഭയങ്കരമല്ലേ? അപ്പൊ CPM ഈ കൊലപാതകത്തിനെ എൻഡോഴ്സ് ചെയ്യുന്നല്ലേ? അല്ല, ഇതാണ് ഇടുക്കിയിൽ സംഭവിച്ചത്. മണിയാശാന്റെ പഴയ പ്രസംഗം ഉണ്ടല്ലോ, 1 2 3 4. അന്ന് ഈ അഞ്ചേരി ബേബി എന്ന് പറഞ്ഞ ആൾ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അയാൾ ചെയ്ത തെറ്റെന്താണ്? ഈ തോട്ടം മേഖലയിൽ ഇയാൾ INTUC നേതാവായിരുന്നല്ലോ. അപ്പോൾ പരമാവധി ആളെ ഇങ്ങോട്ട് ചേർക്കുകയായിരുന്നു. കോൺഗ്രസിലോട്ട് അയാളെ ഒരു വ്യക്തിത്വത്തിൽ ആശ്രയിക്കപ്പെട്ട് വന്നതാണ് ആളുകൾ. അയാളെ കൊന്നു. അതായത് ബാലസുബ്രഹ്മണ്യം മറ്റൊരു INTUC ഇടുക്കിയിലെ അയാളെ കൊന്നു. അതാണ് മണിയാശാൻ 1 2 3 4 എന്ന് പറഞ്ഞില്ലേ? അത് ഓരോരുത്തരും പേര് പറഞ്ഞിട്ടാണല്ലോ വന്നത്. 1 2 3 4 എന്ന് പറഞ്ഞു. 4 പേരെ കൊന്നു. ഈ 4 പേര് ചെയ്ത തെറ്റെന്ന് പറയുന്നത് അവർ INTUCയിലേക്കും മറ്റും കൂടുതൽ ആളെ ചേർത്താലും കോൺഗ്രസിലേക്ക് ആളെ ആകർഷിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നമുക്കൊരു പിടിയില്ല. അത്ഭുതം. ഇവർക്ക് എന്തുകൊണ്ട് ഈ കൊള്ളയ്ക്കെതിരെയും ഈ കൊലപാതകത്തിനും വേണ്ട പോലെ ശബ്ദം ഉയർത്താൻ കഴിയാത്തതെന്ന് മനസ്സിലാകാം. എനിക്ക് ആ രാമഭദ്രൻ്റെ കൊലപാതക കേസിൽ എന്നെ അങ്ങ് സത്യം പറഞ്ഞാൽ ഈ രാമഭദ്രൻ കൊലപാതക കേസ് പറഞ്ഞ ചാനലിലൊക്കെ കണ്ടെങ്കിലും ഞാനിതിന് പ്രാധാന്യം ശ്രദ്ധിച്ചിരുന്നില്ല. എൻ്റെ മനസ്സിൽ 2010 സംഭവമാണ്, നമ്മളും അന്ന് സംഭവമുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ അത് അത്രയും ഒരു ഇതായിട്ട് കിടപ്പുണ്ടായിരുന്നില്ല. എന്തോ കാരണത്താൽ ഈ CBI ഓഫീസർ എന്നെ വിളിക്കുമ്പോഴാണ് ഞാനിതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങൾ തേടിപ്പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അതായത് ഇയാളുടെ ഈ പിന്തുണ കാരണം CPM ഭയങ്കര അസഹിഷ്ണുതയാവുന്നു. അന്ന് അവിടെ അയാളെ മാർക്കറ്റ് വെച്ചെന്തോ രണ്ടുപേരും തമ്മിൽ ഒരു കശവശം ഉണ്ടാവുന്നു. ഇതിൽ ഇയാൾ ഇടപെട്ട് കോൺഗ്രസ്സുകാരനെ സംരക്ഷിക്കുന്നു. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ഇയാൾ പൊതുപ്രവർത്തനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഈ നിഷ്കാമകർമ്മികളായ പ്രവർത്തകർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ CPMകാർക്ക് ഒന്നും ആവണ്ട, പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയാലും ചില്ലറ കിട്ടും, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എന്തെങ്കിലും മേടിച്ചു അവരും കൊടുക്കും. ഒന്നുമില്ലാതെ കോൺഗ്രസ്സിൽ ഇങ്ങനെ നടന്ന് ഈ മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് കതറ് വിട്ട് നടക്കുന്ന ഒന്നും അല്ലാത്ത ഒരുപാട് നേതാക്കളുണ്ട്, ഒന്നും ആവാത്ത ഒരുപാട് നേതാക്കളുണ്ട്. അങ്ങനെ ഇയാൾ കഷ്ടപ്പെട്ട് തിരിച്ചേക്ക് 44 വയസ്സുള്ളപ്പോഴാണ് കൊല്ലപ്പെടുന്നത്. തിരിച്ച് ഇയാൾ വന്ന് 2 പെമ്മക്കളാണ്. ആ പെമ്മക്കളുടെയും ഭാര്യയുടെയും കൊടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഞ്ഞിയും എന്തോ പയറോ എന്നൊക്കെ അറിയാതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നീചന്മാർ കയറി വരുന്നത്, ഈ നരാധമന്മാർ കയറി വരുന്നത്. എന്നിട്ട് 10 പേരാണ് കയറി വന്നിട്ട് ഇവരപ്പോൾ തന്നെ ഇയാളെ വെട്ടി. അപ്പോൾ ഈ പെമ്മക്കളെ കാലെ പിടിച്ച്, കൊലപാതകയുടെ കാലെ പിടിച്ചിട്ട് കരഞ്ഞു, എൻ്റെ അച്ഛനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് കാലെ പിടിച്ചു. ഇവന്മാരെ പെൺപിള്ളേരെ തൊഴിച്ച് കളഞ്ഞ് ഒരുത്തൻ ആ പെണ്ണുങ്ങളോട് മിണ്ടരുത്, ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ഇതും കൊണ്ട് ഇത് വെച്ച് ഭാര്യയും പിള്ളേരെയും തടഞ്ഞു നിർത്തിയിട്ട് ഇയാളിറങ്ങി ഓടി. വെട്ടുകൊണ്ടിട്ട് രാമഭദ്രൻ ഇറങ്ങി ഓടി മുറ്റത്തേക്ക്. പിന്നോലെ വന്ന് മുറ്റത്തിട്ട് തലങ്ങനം വിലങ്ങനം വെട്ടിക്കൊന്നിട്ട് ഇവന്മാർ ജീപ്പിൽ കയറിപ്പോയി. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നമ്മളെ വീടുകളിൽ ഇത്തരത്തിലുള്ള കുറേ പേര് ഒരു മനുഷ്യൻ ആ പാർട്ടിയോട് അയാളുടെ രാഷ്ട്രീയ വിശ്വാസത്തിന് പുറത്ത് അയാളെ ഇത്രയും ഭയാനകമായി വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് ഈ CPMന് മാത്രമേ പറ്റൂ. അതായത് നമ്മൾ സുരക്ഷിതം വേണമെന്ന് കരുതുന്ന നമ്മുടെ വീട്ടിൽ, നമ്മുടെ സുരക്ഷയിൽ കഴിയുമെന്ന് പറയുന്ന നമ്മുടെ പെമ്മക്കളുടെ വീട്ടിലേക്ക് ഇവന്മാർ ഗുണ്ടകളെ പോലെ ആയുധമായി കയറി വന്നിട്ട് നമ്മളെ വെട്ടി നുറുക്കിയിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ആ നികൃഷ്ട പ്രവൃത്തി ചെയ്തവരെ രക്ഷപ്പെടുത്തിയത്, ഒളിവിൽ പാർപ്പിച്ചത്, ഇവന്മാരെ കൊല്ലാൻ ഗൂഢാലോചനയൊക്കെയാണ് ഈ പാർട്ടിയുടെ നേതാക്കളെ. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. പാർട്ടിയുടെ ചോദിക്കാതെ ചെയ്യാറങ്ങൂല, ഉറപ്പാണല്ലോ. TPA കൊന്നവരുടെ ഗൂഢാലോചനയിലേക്ക് പോയിട്ടില്ല, ഇനിയും പോയിട്ടില്ല. അതാണ് TPA പോയിട്ടില്ല. കാരണം പോകാതെ അവരത് ഒതുക്കി തീർത്തു. അതങ്ങനെയാണല്ലോ എപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച്. അവർ പിന്നെ പെട്ടെന്ന് ധാരണ ഇതിപ്പോ CBI ഏൽപ്പിച്ചില്ല, ഒന്നും ആവത്തില്ല. ഇത് പണ്ട് ജയകൃഷ്ണ മാസ്റ്റർ സ്വന്തം വിദ്യാർത്ഥികളെ കൊച്ചുകുട്ടികളെ മുന്നിലിട്ടല്ലേ വെട്ടിക്കൊന്നത്. എന്നിട്ട് അതിന് അവരൊക്കെ ശിക്ഷിക്കപ്പെട്ടോ? അവർ യഥാർത്ഥ പ്രതികളല്ല എന്നാണ് ഇപ്പം പറയപ്പെടുന്നത്. അവിടെയാണ് പ്രശ്നം. ആ കുട്ടികളുടെ മാനസികത, ചില കുട്ടികളെ സമനിലയിട്ട് കൊച്ചു കുട്ടികളിലെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, UP പഠിക്കുന്ന കുട്ടികൾ, അവരെ മുന്നിലിട്ട് അവർ അധ്യാപനം ക്രൂരമായി വെട്ടിക്കൊല്ലുക എന്ന് പറയുമ്പോഴേ എൻ്റെ രാജ്മോഹൻ, നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് ഈ പാർട്ടി അതിഭയാനകം. എൻ്റെ വലിയ സങ്കടം എന്താ വെച്ചാൽ ഞാനിപ്പോൾ പിണറായിയോടുള്ള ഒരു യുദ്ധമായിട്ടാണ് ഞാൻ വാസ്തവത്തിൽ ഈ CPM വിമർശനം തുടങ്ങിയത്. CPMന് ഇതിൽ വിമർശനമായിട്ടായിരുന്നില്ല.
എന്താണെന്ന് വെച്ചാൽ പിണറായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കുന്ന വിഷമമായിരുന്നു. പക്ഷേ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ബഹുമാനവും ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ കൊലപാതകത്തിൻ്റെ കഥകളും ഇതിനെ സംരക്ഷിക്കുന്ന പാർട്ടിയുടെ കാര്യം ഈ വെറുപ്പങ്ങ് കൂടി വരിക. ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിൽ ഒരു വശത്ത് ഇത്, മറുവശത്ത് പീഡന കേസിൽ ഇവർ ചേർത്ത് കളയും. ഞങ്ങളുടെ നാട്ടിൽ കൊലപാതകം നടന്നിട്ടില്ല, പക്ഷേ പീഡന കേസ് ചേർക്കും. കോഴിക്കോട്ട് TPയുടെ കാലത്ത് TP മരിച്ചതിന് ശേഷം TPക്കൊപ്പം നിന്ന് ഏതൊരു പ്രമുഖനായ നേതാവ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ഈ CPM-കാർ ഇയാളെ തല്ലാൻ വന്നു. ഇയാൾ ഓടിയപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു പോക്കറ്റ് അടിക്കാരനാണ്, ഇവനെ ഓടുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരും തല്ലി, കണ്ടുകൊണ്ടുവന്ന നാട്ടുകാരും തല്ലി. അയാൾ വളരെ മാന്യമായ മനുഷ്യനാണ്. അയാൾ അറിയാതെ ഇവരെ കണ്ടപ്പോൾ തല്ലാണെന്ന് മനസ്സിലായി ഓടി. പിന്നെ അടുത്ത പരിപാടി ഇതാണ്. അല്ല, ഇത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ എങ്ങനെ പറ്റും ഇങ്ങനെയൊക്കെ ആവാൻ? ഞാൻ പറഞ്ഞത്, ഇവർ വിചാരിക്കുന്ന ഒരു കേരളം എന്ന് പറയുന്നത് അവർ മാത്രമുള്ള, അത് ശരിക്കും പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ട് വന്ന സ്ഥലങ്ങളിലെല്ലാം അവർ ഈ സമഗ്രാധിപത്യവും സ്വേച്ഛാധിപത്യവുമാണ്. അവർ ജനാധിപത്യം ഇല്ല, അവർക്ക് ഉന്മൂലന സിദ്ധാന്തമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പം ലെനിൻ മരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ലെനിന്റെ മരണത്തെക്കുറിച്ച് പോലും സംശയമുണ്ട്. ക്രൂഷ്ചോവിനെ പറ്റി എന്താതിനെ കുറിച്ച് സംശയമുണ്ട്. അപ്പം ഈ പറയുന്ന ഈ അധികാരം കയ്യിലേക്ക് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന നികൃഷ്ട, അതിൻ്റെ ഒരു ഭീകര രൂപമായി മാറി പിണറായിയുടെ കാലം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, CPM-നെ സംബന്ധിച്ച് അവർ വേറെ ഭയങ്കര ക്രൂരത്വം ചെയ്യാറുള്ളത്, അവർ കോൺഗ്രസ്സുകാരെയും BJP-കാരെക്കാളും നോട്ടമിടുന്നത് സ്വന്തം കൂടെ നിന്നിട്ട് പാർട്ടി വിട്ട് പോകുന്നതാണ്. പിന്നെ പുറകെ നടന്ന് ആക്രമിക്കാൻ MP അവരെ നിയമസഭയ്ക്കകത്തിട്ട് തല്ലിയില്ലേ 87-ൽ, നാനാരിലെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തിട്ട് തല്ലി എല്ലാവരും കൂടെ ചേർന്ന്. അന്ന് ഈ EP ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ രാഘവന്റെ കൂടെ നിന്ന പല ആളുകളെയും തെരുവിൽ പട്ടിയെ പോലിട്ട് തല്ലുകയും അവരുടെ വീട് എന്നിട്ടും ഉളുപ്പില്ലാതെ മറ്റവൻ അങ്ങോട്ട് പോയെന്നുള്ളതാണ്. മകൻ MP വീട് കത്തിച്ചല്ലേ, വീട് കത്തിച്ചു തീർത്ഥം കത്തിച്ചു. പാമ്പളത്തിൽ കുരങ്ങനെയൊക്കെ ജീവനോടെ ചുട്ടുപോകുന്നില്ലേ, പാമ്പുകളെയും കുരങ്ങനെയൊക്കെ ജീവനോടെ. ഇതാണ് CPIM എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് ഇവർക്ക് ചോര എന്ന് പറയുന്നത് ഇവർക്കൊരു ആവേശമാണ്, അല്ലേ? അതെ. അല്ല, പിന്നെ ഞാൻ പറഞ്ഞ ഈ രാമഭദ്രൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഇത്രയും ക്രൂരമായി കൊല്ലുക. അയാൾ പ്രൊഫസർ, അയാൾ ഏത് പരിധി വരെ പോകുന്നത് പ്രാദേശിക നേതാവ് മാത്രമാണ്. അത് കോൺഗ്രസ്സുകാരനായി പോയി. അല്ല കോൺഗ്രസ്സുകാരൻ ഒരിടത്ത് എത്താൻ പോകുന്നില്ല. കോൺഗ്രസ് നല്ലവർക്ക് ലക്ഷ്യം ഒരു രക്ഷയില്ല, പാർട്ടിയാണ് അതുപോലെ. ആത്മാർത്ഥ കാണിക്കുന്നവന് ആദ്യം തീർന്നു. അപ്പൊ നോട്ടോടെ ഇവനെ നോക്കി വെക്കണമല്ലോ എന്ന് വിചാരിക്കും. ഇവരെ മിടുക്കന്മാരെ ചവിട്ടുക എന്നുള്ളതാണല്ലോ കോൺഗ്രസിന്റെ രാഷ്ട്രീയം. അതെ. ഒരിക്കലും എൻ്റെ അടുത്തൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു, ഞങ്ങളുടെ ചില നേതാക്കന്മാർ സ്റ്റേജിലിരിക്കുമ്പോൾ വിജ്ഞാനം പ്രകടിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കാൻ പാടില്ല. അപ്പം പ്രസംഗിച്ച അബദ്ധമാണ്, നോക്കി വയ്ക്കും. ഇവനിതൊക്കെ അറിയാലോ, അന്താരാഷ്ട്ര വിഷയമൊക്കെ അറിയാല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു മണ്ടനാണെന്ന രീതിയിൽ സംസാരിച്ച് പെട്ടെന്ന് ഇവിടെ ഇരിക്കാൻ എൻ്റെ നേതാവ് അദ്ദേഹം പറയുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. ശശി തരൂർ ക്ലിക്കാവാത്ത, ഈ കേരളത്തിലേക്ക് പുറത്തേക്ക് പോയി അവിടെ നേരത്തെ പ്രധാന കാരണം ഇതാന്ന് പറയും. ശശി തരൂരിന്റെ വിവേകവും വിവരവും രാഹുൽ ഗാന്ധിക്ക് പോലും പെടുത്തവല്ലെന്നാ പറയുന്നത്. വിവരമുള്ള അംഗീകരിക്കാൻ അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം എപ്പോഴും ഓരോ ഒരു സാഹചര്യം. CPM പക്ഷേ എന്താണ് ഇങ്ങനെ എന്നുള്ളതാണ്. കോൺഗ്രസ് പോട്ടെ, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് കൊല്ലാൻ പറ്റുന്നത്? P. കൃഷ്ണപിള്ളയുടെ EMS-ന്റെ ഒക്കെ പാർട്ടിയാണ്, AKGയുടെ ഒക്കെ പാർട്ടിയാണ്. എല്ലാവരും അവരെല്ലാം വളരെ അങ്ങനത്തെ സ്നേഹസമ്പന്നം. എന്തിനാണ് ചടയം ഗോവിന്ദന്റെ ചടയം ഗോവിന്ദൻ? നമുക്കിപ്പോൾ ചടയം ഗോവിന്ദൻ. പക്ഷെ CPIക്ക് ഇങ്ങനെ കുഴപ്പം വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല, അല്ലേ? ഇല്ല. നമ്മൾ ഇതുവരെ CPIയെ കുറിച്ച് ഇല്ല. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു CPI നേതാവ് E. ചന്ദ്രശേഖരനാണ്. അത്ര സിമ്പിളായ എൻ്റെ അനുഭവം പറയാം. ഞാൻ ആകാശവാണിക്ക് പ്രഭാതവേദിക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്തൊരു സമയമുണ്ട്. എനിക്കൊന്ന് 93, 95, 96 കാലഘട്ടത്തില. നമ്മുടെ മുഹമ്മദ് റോഷൻ, നാരായണ നമ്പൂതിരി, അവരൊക്കെയാണ് അന്നത്തെ അതിൻ്റെ ആൾക്കാർ. ഇപ്പോൾ മാതൃഭൂമിയിലെ ജോസഫ് ആന്റണി, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാണ് കാര്യമായിട്ട്. പിന്നെ മാതൃഭൂമി ആഴ്ചപ്പത്തിൻ്റെ എഡിറ്ററായിരുന്ന കമൽറാജ് സഞ്ജീവ്, പിന്നെ സംസ്കൃത എഴുത്തുകാരൻ സാഹിത്യ നിരൂപകൻ ഷാജി ജേക്കബ്. ഇങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ഫ്രീലാൻസ് എഴുതുന്ന ഒരു വലിയ ആളുകളുണ്ട്. അതിൽ ആകാശവാണിയുടെ പ്രഭാതവരി ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്ന ആളുകൾ ഒരാൾ ഞാനായിരുന്നു, ജോസഫ് ആന്റണി ഞാനുമായിരുന്നു. അപ്പം നമുക്ക് 250-300 അന്ന് ഒരു പ്രോഗ്രാം കിട്ടും. അപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പുറപ്പെട്ടാൽ, ഇപ്പോൾ ഒരു ഇടുക്കിക്കാണ് പോകുന്നെങ്കിൽ ഇടുക്കി മുഴുവൻ ചുറ്റിക്കറങ്ങി 3-5 ദിവസം കഴിഞ്ഞാൽ 10 സ്റ്റോറിയായിട്ട് പ്രഭാതവരി ചെയ്യും. അന്ന് ഞാൻ ഈ പെണ്ണുങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളെല്ലാം എഴുതും. അതായത് വനിതാഗൃഹലക്ഷ്മിയും ദീപികയുടെ ഒരു സ്ത്രീ കന്യക എന്ന് പറഞ്ഞ ഗോപിനാഥൻ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, എഡിറ്ററായിരുന്നു. അപ്പോൾ പുള്ളി വളരെ അടുപ്പം, നമ്മൾ എന്ത് എഴുതി കൊടുത്താലും കൊടുക്കുമായിരുന്നു. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ചന്ദ്രശേഖർ, എഡിറ്ററായിരുന്നു. ശരി. അതുപോലെ തന്നെ ദീപിക, മംഗളം, ദേശാഭിമാനി, ഈ 3ന്റെ സൺഡേ സപ്ലിമെന്റ് സ്ഥിരം എഴുതും.
കാശ് കിട്ടും കൃത്യമായിട്ട്. അല്ലാണ്ട് കാശ് കിട്ടും. ദേശാമാനി അന്ന് പ്രഭാവർമ്മയും പിന്നീട് ഏഴാച്ചേരിയുമാണ്. അതെ. അപ്പം സ്ഥിരം എൻ്റെ ഒരു കോളുണ്ട്. വല്ലപ്പോഴും മനോരമയിലും മാതൃഭൂമിയിലും എഴുതും, കലാകുമുദിലും വല്ലപ്പോഴും. ഇങ്ങനെ ഒരു നടക്കുന്നൊരു കാലം. അപ്പം ഞാനൊരു സഞ്ചി നോക്കി നടക്കുന്ന കാലം. അങ്ങനെ ആകാശവാണി പോയി. നമ്മൾ എന്ത് പറഞ്ഞു നമ്മളായിരുന്നു ഈ ചന്ദ്രശേഖരൻ നേരെ ഈ ചന്ദ്രശേഖരൻ. അങ്ങനെ ഒരു പ്രഭാതര് അദ്ദേഹം ഭക്ഷ്യമന്ത്രിയോ മറ്റുമായിരുന്നു. ഭക്ഷ്യത്തിലായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ സങ്കല്പം മാവലി സാർ. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് കിട്ടണം, നമുക്കത് റേഡിയോയിൽ റെക്കോർഡ് എടുക്കാം. ഞാൻ നേരെ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഫോൺ വിളിച്ചു. ഞാൻ ഫോൺ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, മിനിസ്റ്റർ എന്ന് കിട്ടുമോ? പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് മിനിസ്റ്റർ എന്ന് കിട്ടുമോ? പറയൂ, കാര്യം പറയൂ. ഞാൻ പറഞ്ഞു, എനിക്ക് മിനിസ്റ്ററോടാണ് സംസാരിക്കേണ്ടത്. നമുക്ക് അന്ന് ഇച്ചിരി അഹങ്കാരമുള്ള സമയമാണ് ഈ പ്രായത്തിൽ. നേരെ വരുന്ന മേളെ ആകാശം താഴെ ഭൂമി നടക്കുന്ന പറയാണോ. ഞാൻ പറഞ്ഞു, എനിക്ക് മിനിസ്റ്ററോടാണ് സംസാരിക്കേണ്ടത്. മിനിസ്റ്ററാണ് സംസാരിക്കുന്നത്. അങ്ങനെ പറയാം. ഫോൺ എടുത്തത് അങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ പറ്റുമോ? മന്ത്രിയുടെ ഓഫീസിൽ ഫോൺ വിളിച്ചപ്പോൾ അതിന് അങ്ങനെ എന്നോട് പറയാം, അതെ ജോലിക്കാരെല്ലാം പോയി, എനിക്ക് ഇച്ചിരി പണി തീർക്കാനുണ്ടായിരുന്നു. അതായത് അയാളെ പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി എല്ലാവരും പോയി. പുള്ളിക്ക് പണിയുണ്ടായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? മന്ത്രി ഇറങ്ങി വരുമ്പോഴത്തേക്കും ജീവനക്കാരെല്ലാം പോയി ഡോറും തുറന്നു കൊടുത്തിരിക്കുന്ന കാലമായത്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം ഒരാൾ മന്ത്രിയുടെ ഓഫീസിലുണ്ട്, ഒരാൾ. അപ്പോൾ അയാൾ ഫോൺ എടുക്കുന്നില്ല, ആരും കൊണ്ടായിരിക്കും. അയാൾ എന്നോട് പറഞ്ഞു, സാറ് വെയിറ്റ് ചെയ്യുക, സാറ് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ വിളിച്ചത്. സാറ് വൈകുന്നേരം ഒരു 7 മണിയായി. സാറ് പോകാൻ ഇറങ്ങി വിളിച്ചു. ഞാൻ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ കൈയും കെട്ടിയിരിക്കുവാണ്. കാരണം ബാക്കി പണിയെല്ലാം തീർത്തിട്ട് എനിക്ക് വൈറ്റ് നൽകിയിട്ട് പോകാനായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനത്തെ നേതാക്കന്മാരുണ്ട് CPI എന്നുള്ള. മാത്രമല്ല നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം അതിസമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ അച്ഛൻ ഈശ്വരപിള്ള വക്കീൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ ആർമാർഷയുടെ കുടുംബം പോലെ തന്നെ വലിയ സ്വത്തും പ്രതാപമൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ അംഗമായിരുന്നു അദ്ദേഹം. അന്ന് ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായതാണ്. പക്ഷേ അങ്ങ് അത്രയും വിനയമുള്ളൊരു മനുഷ്യനുണ്ടല്ലോ. എത്ര സൗമ്യമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എപ്പോഴും ചിരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കാറുള്ളത്. എപ്പോഴും. അന്ന് ഞാനൊരു അഴിമതിയും നടത്തി, അതാണ് എൻ്റെ രസം. അപ്പോൾ ഇയാൾ പാവം കാണാൻ ഞാൻ പിന്നീട് ഒരിക്കൽ കാണാൻ ചെന്നു. അപ്പോൾ എനിക്ക് തൊടുപുഴയുള്ള ഒരു ജോസ് എന്ന് പറഞ്ഞൊരു വക്കീൽ പലതവണ നോട്ടറി ആകാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. നമ്മൾ അഴിമതി എന്ന് പറഞ്ഞാൽ കാശൊന്നും മേടിച്ചിട്ടില്ല. നമ്മൾ എന്താ പറഞ്ഞ് സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞ് പുള്ളി എന്നെ പലതവണ പറയാറുണ്ട് എന്തെങ്കിലും. അപ്പം ഞാൻ ചുമ്മാ അത് ഇങ്ങനെ കണ്ടുവരിക്കൊണ്ട് ഒരു സൈഡ് ഇടിച്ച് കയറി ചെന്നു. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, നിയമമന്ത്രി അദ്ദേഹമായിരുന്നു. നിയമമന്ത്രിയാണ് സാർ, ഒത്തിരി കാലമായിട്ട് ഇങ്ങനെ ഒരാൾ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. അപ്പം തന്നെ പുള്ളി അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അഡീഷണൽ അണ്ടർ സെക്രട്ടറി ഫോൺ വിളിച്ചു, ഇദ്ദേഹം പറഞ്ഞ കേസ് ഒന്ന് നോക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ഓർക്കുന്ന ശുപാർശയാണ്, അങ്ങനെ ശുപാർശ നോക്കണം. അപ്പം തന്നെ ഇങ്ങനെ അവർക്ക് അത്ര നല്ല മനുഷ്യർ, അത് ചെയ്യും, ഒരു പരിചയമില്ലാത്ത. എനിവേ നമ്മുടെ വിഷയത്തിൽ അങ്ങനെ ഒരു പാർട്ടി ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് സങ്കടകരമാണ്. അപ്പം എങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യന്റെ പച്ച ജീവൻ കൊത്തി പറിച്ചെടുക്കാൻ ഇവർക്ക് കഴിയുന്നത്? ഏത് കാലഘട്ടത്തിലാണ് ഇവർ ഈ പരിപാടി തുടങ്ങിയത് നമ്മളത് ചിന്തിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാലേ ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 70-ക്ക് ശേഷം ആയിരിക്കാം ഒരു ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതി പിണറായി വിജയനായിരുന്നു, വാടക്കൽ രാമകൃഷ്ണൻ. പക്ഷേ ആ പ്രതിപട്ടികയിലുണ്ട്, പക്ഷേ ഊരിപ്പോന്നു. അന്ന് മുതലാണ് കൊല്ലാനും ഊരാനും പഠിച്ചത്. അങ്ങനെയാണ് ഏറ്റവും വലിയ കൊലപാതകമായി വിശദീകരിക്കുന്നത് TP ആണ്. എന്തു കാരണത്തെ പാർട്ടി വിട്ടത് കൊണ്ടും പിന്നെ TPക്ക് ഒരുപാട് അനുയായികളുണ്ടായിരുന്നു, ആരാധകരുണ്ടായിരുന്നു. പക്ഷെ പാവപ്പെട്ടവന്റെ ഇയാൾ കൊല്ലപ്പെട്ടതോടുകൂടി രാമഭദ്രന്റെ അനുയായികളെല്ലാം വീട്ടിൽ കയറി കാണും. ഉറപ്പല്ലേ, സത്യത്തിൽ CPM ഇന്ന് നമ്മളെ ഇങ്ങനെ സമഗ്രാധിപത്യത്തിൽ ഭരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ജനകീയരായ ഇത്തരം നേതാക്കളെയൊക്കെ തട്ടിക്കളഞ്ഞിട്ടാണ്. ജനകീയന്മാരെ അവർ ഭയക്കുന്നു. സ്വന്തം പാർട്ടിയിലെ പോലും ജനകീയന്മാരുണ്ട്. അങ്ങനെയാണ് ഈ CPM അധികം. എന്തായാലും ചോര കുടിച്ച് അവരുടെ കൊതി തീരത്തില്ല എന്നുള്ളത് നമുക്ക് ഒരു കൃത്യമല്ലേ. പിന്നെ അല്ല, മാത്രമല്ല നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. ഈ പാർട്ടിയിലെ വളരെ സമുന്നതരായ ചില നേതാക്കളെ അവരുടെ ജീവിത സായാഹ്നത്തിൽ ഇവർ പെടുത്തിയ പാട്. PV കുഞ്ഞിക്കണ്ണൻ LDF കൺവീനറായിരുന്ന ആളാണ്. അവസാനം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നൊക്കെ മാറ്റി അദ്ദേഹം അവിടെ ഒരു വൈദ്യശാല മെഡിക്കൽ സ്റ്റോർ ഒന്നും മറ്റേ നടത്തി ജീവിക്കുകയായിരുന്നു കണ്ണൂർ. അദ്ദേഹം സഹകരണ സംഘത്തിൽ വോട്ട് ചെയ്ത് അദ്ദേഹം മകൾ വരെ ചെന്നപ്പോൾ പച്ചത്തെറിയാൻ വിളിച്ചത് അദ്ദേഹത്തെ. ഞങ്ങളെ പഴയ നേതാവാണ്, അത് ഓർക്കണം. അതൊരു NK മാധവൻ ഇടപ്പള്ളി കേസിലേക്ക് പ്രതിനിധി, അതിന് മകനാണ് പിയേഴ്സൺ. പിതാവാണ്. കേരളം കണ്ട ഒരുപക്ഷെ CPM നേതാക്കളുടെ ഏറ്റവും ത്യാഗിമാര ഒരാളായിരിക്കാം NK മാധവൻ. അദ്ദേഹത്തെയൊക്കെ ജീവിത സായനത്തിൽ പാർട്ടി ഒരുപാട്. നമ്മുടെ PK ഗുരുദാസിന് ഇപ്പം ഒരു ചെറിയ വീടൊക്കെ വെച്ച് കൊടുത്തതല്ല, പുള്ളിക്ക് ഒന്നും ആവാൻ പറ്റിയിട്ടില്ല. എന്തിനാണ് നമ്മുടെ ഇങ്ങേരുണ്ടല്ലോ മലപ്പുറത്തെ നേതാവ്, നമ്മുടെ മറ്റേ മന്ത്രിയായിരുന്നു പാലോളി, നല്ല മനുഷ്യനല്ലേ? തീർച്ചയായും. അയ്യോ, പാലോളി പോകുന്നത് കൂട്ടി അതായത് നന്മയുള്ള. അതുപോലെ VS അച്യുതാനന്ദനൊപ്പം നിന്ന് എത്രയോ നേതാക്കന്മാർ, ഒരുപാട്. സുരേഷ് കുറുപ്പിനെ DYFയുടെ നേതാവായിരുന്നു ശശിധരൻ ഇരിങ്ങാലക്കുട. എന്നോ മിടുക്കന നേതാവായിരുന്നു. കരുനാപ്പള്ളി ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, വസന്തൻ എന്നാണോ പേര്, ഞാൻ മറന്നു. കരുനാപ്പള്ളി കൊല്ലത്തൊരാളുണ്ടായിരുന്നു. ഈ ശശിധരൻ നല്ല നേതാവായിരുന്നു,
അന്നത്തെ ശശിധരൻ്റെ പ്രസംഗമൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആവേശത്തോടെ നമ്മുടെ മദനിയുടെ പ്രസംഗം കേൾക്കുന്ന പോലത്തെ ആവേശമായിരുന്നു ശശിധരൻ്റെ പ്രസംഗം. അതെ അതെ അതെ. ഓരിടത്തും എത്തിയിട്ടില്ല. അതായത് CPM എന്ന് പറഞ്ഞ പാർട്ടി കൊലപാതകവും ചോര കുടിച്ചും മാത്രം വളരുന്ന, അതേസമയം ഈ ചോര കുടിക്കുന്നവരെ ഇവർ സംരക്ഷിക്കും. പ്രൊമോഷനിലെ വന്നിരിക്കുന്ന പാർട്ടി, അല്ലെങ്കിൽ പാർട്ടി ഒരാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ഒരാൾ ജില്ല ഈ ആലോചിച്ചു, ഈ കൊലപാതക കേസിലെ പ്രതിയായിരുന്നവർ നാളെ ഇവിടെ നമ്മുടെ മന്ത്രിയായി വരും. ഉറപ്പല്ലേ? ഈ പറയുന്ന ജയമോഹൻ നാളെ മന്ത്രിയാകാം. എതിരാട് പറയും, കണ്ടോ കുറ്റവിമുക്തനാക്കി, പിണറായിയും കുറ്റവിമുക്തനാക്കി. പിണറായി വിജയൻ അന്ന് കൊല ചെയ്തിട്ടുണ്ടാവും എന്ന് തീർച്ചയാണ്, പക്ഷെ കുറ്റവിമുക്തനാക്കി. ഇന്ന് അയാൾ മുഖ്യമന്ത്രിയായിട്ട് വാഴുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ കൊലപാതകത്തെ എതിരിടാൻ പറ്റും? എങ്ങനെ കൊലപാതകങ്ങളോട് കൈകാര്യം ചെയ്യാൻ പറ്റും? ഇത് തന്നെയല്ലേ നാളെ ഈ ജയമോഹൻ മന്ത്രി ആവിക്കൂടാഴിയുണ്ടോ? ആണല്ലോ, സാധ്യതയുണ്ടല്ലോ. ആ ജയമോഹന് കൊട പിടിച്ച ഈ CPI നേതാക്കൾ കൊട പിടിച്ച ബാലഗോപാൽ മന്ത്രിയായില്ലേ? അതെ. അല്ല, പാർട്ടി അനുസരിക്കുന്നതാണ് നല്ലത്. ഈ പറഞ്ഞ ഈ പാർട്ടിയല്ല, ഈ നേതാക്കന്മാർ, പാർട്ടിയെന്ന് പറയാൻ പറ്റില്ല, ഈ നേതാക്കന്മാരെ അനുസരിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവർക്ക് മനസ്സിലാക്കാണ്. എന്തായാലും ചോര കുടിച്ച് തൃപ്തി അടയാത്തൊരു പാർട്ടിയാണ് CPIM എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. കൊല്ലം അഞ്ചൽ രാമഭദ്രൻ കൊലപാതക കേസിലെ ഇത് വരുമ്പോൾ എന്തായാലും വിധി വന്നിട്ടില്ല. കുറ്റക്കാരാണ് 18 പേര്, 21 പ്രതികളായിരുന്നു. ഒരുത്തൻ തൂങ്ങിച്ചത്തു, അതെ, ഒരാൾ മരിച്ചുപോയി, ഒരാളെ കൂറുമാറി, ഒരാൾ ഇതായി. ഇതിൽ രസമുള്ള ഒന്നിൻ്റെ കഥകളുണ്ട് കേട്ടോ, ഞാനത് വിട്ടുപോയി. ഒരു വിനോദ് കുമാർ എന്ന് പറഞ്ഞൊരു DYSP ഇടക്കാലത്ത് വന്നിട്ട് ഇതിൽ പിന്നീട് വരെ മാറ്റിയായിരുന്നു. ആദ്യത്തെ പോലീസ് അറസ്റ്റ് ചെയ്തവരെ കോടതി വിചാരണ സമയത്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. CPM കാരനാണ്. എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല. ഞാനിങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ അയാൾക്ക് മിക്കവാറും പ്രൊമോഷൻ കിട്ടി, IPS ഒക്കെ കിട്ടി, എവിടെയെങ്കിലും കാരണം പോലീസിൽ കാണും. കാരണം അധികം കാലം ആയിട്ടില്ല, വിചാരണ നടത്തി അധികം കാലം ആയിട്ടില്ല. അത് മാത്രമല്ല, എന്നോട് CBIയുടെ ഓഫീസർ പറഞ്ഞു, ഇതിൽ ഒരുത്തനെ ഇവർ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടു. എന്തിനാണ്? സാക്ഷി ആയിക്കോട്ടെ, പക്ഷെ അവൻ എന്നിട്ട് ആ വണ്ടി അവൻ അറിയത്തില്ല, ഓടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും തെളിയിച്ചെങ്കിൽ പോലും, അതായത് പലരും പാർട്ടി CPM സാക്ഷികളെല്ലാം കൂറുമാറി, എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെട്ടൊരു കേസ്. എന്നിട്ടും ഈ 18 പേരിൽ 14 പേരെയും ശിക്ഷിച്ചു. ഞാൻ പറയുന്നത് ഇതിലേക്ക് ഈ CBIക്ക് കേസ് അന്വേഷണം വിട്ടത് കമൽ പാഷ ആയിരുന്നു. അതുകൊണ്ട് കമൽ പാഷയുടെ വൈകാരികമായ ഇടപെടലുണ്ട്. ഈ KT തോമസ് പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ ഒരു ശക്തമായ അന്വേഷണമുണ്ട്. അതുപോലെ തന്നെ CBIയുടെ അടുത്ത് പ്രോസിക്യൂട്ടർ നഹാസോ അങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രോസിക്യൂട്ടർ ഇടപെടലുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തായാലും ആ കുടുംബത്തിന് നീതി കിട്ടിയിരിക്കുന്നു. ശിക്ഷ ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തം തന്നെ കിട്ടട്ടെ എന്നാണ്. കാരണം വധശിക്ഷ കൊടുത്തിട്ട് കാര്യമില്ല. ലോകത്തെ ആരെയും വധശിക്ഷിച്ചാലും സുപ്രീം കോടതി അത് തിരിച്ചു കുറച്ചു വിടും. അതുകൊണ്ട് അതായത് കുറഞ്ഞതൊരു 25 കൊല്ലം ജയിലിൽ കിടക്കുന്ന തരത്തിൽ ഇവർക്കെല്ലാം ശിക്ഷ വിധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. നന്ദി, നമസ്കാരം.